ലേണേഴ്സ്, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. അഖില മിസ് ആണ്. സോ നമ്മളെല്ലാവരും കെമിസ്ട്രി ഒക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിക്കുന്നുണ്ട്. കുറേ ചാപ്റ്റേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള നമ്മുടെ ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ റിവിഷനൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓരോ കുഞ്ഞു കുഞ്ഞു വീഡിയോയിലായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇനിയും നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് ക്വസ്റ്റ്യൻസ് NCERT ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. എന്നാൽ മാത്രമേ വളരെ ഈസി ആയിട്ട് നമ്മൾ വിചാരിച്ച ഒരു ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ എക്സാം സക്സസ്ഫുൾ ആയിട്ട് എഴുതാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം CBSE സിലബസ് എന്ന് പറയുമ്പം ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. വളരെ ഡെപ്ത് ആയിട്ട് വളരെ ആഴത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ അതിനകത്ത് നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അത് നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഹയർ ക്ലാസ്സിലേക്കൊക്കെ പോകുന്നതിനനുസരിച്ച് നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ഒക്കെ മാറും. അവിടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നതുള്ളൂ. സോ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നമ്മുടെ കെമിസ്ട്രിയിൽ നാച്ചുറൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ഇതിനകത്തുള്ള MCQs ഒക്കെ ഓൾറെഡി മുന്നേ ഒരു വീഡിയോയിൽ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തുള്ള കുറച്ച് NCERT ക്വസ്റ്റ്യൻസ്, ഒരു 5ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ മക്കൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമുക്കപ്പോൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യനും ആൻസറും നോക്കാം അല്ലേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Yes, what will happen if the sun is not visible for a few days? നമുക്കറിയാം എല്ലാ ദിവസവും സൂര്യൻ വരുന്നുണ്ട് അല്ലേ, സണ്ണിനെ നമ്മൾ കാണുന്നുണ്ട്. സൺറൈസ് നമുക്കറിയാം, സൺസെറ്റ് നമുക്കറിയാം അല്ലേ. അപ്പം നമ്മളോട് ചോദിക്കുകയാണ്, കുറച്ച് ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സൂര്യനെ കാണുന്നില്ല, സൺ ഈസ് നോട്ട് വിസിബിൾ അല്ലേ, നമുക്ക് കാണാൻ പറ്റുന്നില്ല, അതായത് സൺറൈസ് ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും, വാട്ട് വിൽ ഹാപ്പൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഒരേ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. കാരണം സൺ എന്നും പറയുന്നത് നമുക്കറിയാം അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി ആണ്. അവിടെ ഹീറ്റ് ഉണ്ട്, ലൈറ്റ് ഉണ്ട് അല്ലേ. അതൊന്നും നമുക്ക് കിട്ടാതിരിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലേ. അപ്പോൾ നമ്മളിതാ ഇവിടെ എഴുതിയിരിക്കുകയാണ്, വി മേ ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സോഴ്സ് ഓഫ് എനർജി ആണ് അല്ലേ. അതായത് നമ്മുടെ ലൈറ്റ് എനർജി, നമുക്ക് കിട്ടുന്ന ലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സണ്ണിൽ നിന്നാണ്. അപ്പോൾ അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റിംഗ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമുക്കറിയാം സൺലൈറ്റ് ഇല്ലെങ്കിൽ നടക്കാത്ത ഒരു പ്രോസസ്സ് ഉണ്ട്. ഫോട്ടോസിന്തസിസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. ഗ്രീൻ പ്ലാന്റ്സ് അവരുടെ ലീഫിൽ വെച്ച് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് വിളിക്കുന്നത്. അവിടെ സൺലൈറ്റിന്റെ പ്രസൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സൺലൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് തന്നെ എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. ആ പ്രോസസ്സ് നടന്നിട്ടില്ലെങ്കിൽ ആ പ്ലാന്റ് ആ പ്ലാന്റിന് ഓൾറെഡി ബുദ്ധിമുട്ടാണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. ആ പ്ലാന്റിനെ അത് നശിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കൂടാതെ ലിവിങ് ഓർഗാനിസംസ്, മറ്റ് ലിവിങ് ഓർഗാനിസംസിനെയും ഇത് എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സോ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കാതിരിക്കും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഓർമ്മിക്കാം. അത് നമ്മുടെ ആ കംപ്ലീറ്റ് ഇക്കോസിസ്റ്റത്തിനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. There will be no natural light and heat. നമ്മുടെ ലൈറ്റ് മാത്രമല്ല ഹീറ്റ് പോലും എന്ത് ചെയ്യുന്നുണ്ടാവില്ല, നമുക്ക് നാച്ചുറൽ ഹീറ്റ് ഉണ്ടാവില്ല അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു, തുടക്കം തന്നെ മിസ് പറഞ്ഞു, ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയും ഉണ്ട്. അപ്പോൾ ഹീറ്റിന്റെ സോഴ്സും നമ്മുടെ സൺ തന്നെയാണ്, അതും നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള നാച്ചുറൽ ഫിനോമിനൻ, ഇവാപ്പറേഷൻ ആയിക്കോട്ടെ, കണ്ടൻസേഷൻ ആയിക്കോട്ടെ, ട്രാൻസ്പിരേഷൻ ആയിക്കോട്ടെ, ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നാച്ചുറൽ ഫിനോമിനൻ ഒന്നും എന്ത് ചെയ്യില്ല. വളരെ സിമ്പിളായിട്ട് അങ്ങനെ നടക്കുന്ന കാര്യങ്ങളല്ല അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ എന്ത് ചെയ്യാം, ആൻസർ ആയിട്ട് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് കട്ടിങ് എ ലാർജ് ഫോറസ്റ്റ് ഏരിയ? വലിയ ഒരു ഫോറസ്റ്റ് ഏരിയ അല്ലെ, കുറേ ട്രീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ കോൺസിക്വൻസസ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് പറയാം അല്ലേ, ഫോറസ്റ്റ് ഇല്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ആൻസർ ആയിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ളത്, ദ ലോസ് ഓഫ് ട്രീസ് ആൻഡ് അതർ വെജിറ്റേഷൻ ക്യാൻ കോസ് ക്ലൈമറ്റ് ചേഞ്ച് അല്ലേ. പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നമാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ, നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഒരു കാലയളവിൽ ഈ ഒരു ക്ലൈമറ്റ് ആയിരിക്കും എന്നൊക്കെയുള്ള ഒരു പ്രഡിക്ഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇന്ന് അതൊന്നുമില്ല, എല്ലാം തല തിരിഞ്ഞിരിക്കുകയാണ് അല്ലേ. സമ്മർ സീസണിൽ ചിലപ്പോൾ നല്ല റെയിൻ കിട്ടും, ചിലപ്പോൾ റെയിനി സീസണിൽ നല്ല ഒട്ടും റെയിൻ ഇല്ലാത്ത ഒരു അവസ്ഥ, അതായത് നല്ല വെയിലായിരിക്കും അല്ലേ, ചുട്ടുപൊള്ളുന്ന വേനൽക്കാലം ഒക്കെ നമ്മൾ കാണുന്നതാണ്. അതിൻ്റെ ഒക്കെ ഈ പറഞ്ഞിട്ടുള്ള ഇന്ന മന്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കാലം തെറ്റിയിട്ടാണ് എല്ലാം സംഭവിക്കുന്നത്. അതാണ് നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ
സോയിൽ ഇറോഷൻ ഉണ്ട്, ഡീസേർട്ടിഫിക്കേഷൻ, ഫ്ലഡിങ്, ഇൻക്രീസ്ഡ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളും നമ്മുടെ മനുഷ്യർ അനുഭവിക്കുന്നുണ്ട്, ലിവിങ് ഓർഗാനിസംസ് അനുഭവിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയുന്നത് ഇതിന്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട്സ് തന്നെയാണ് അല്ലെ. ഡിഫോറസ്റ്റേഷന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് തന്നെയായിട്ട് നമുക്ക് പറയാം. ഗ്രീൻ ഗ്യാസസ്, അതുപോലെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ വഴി എന്താണ് മറ്റു പല പ്രശ്നങ്ങളിലേക്കും നമ്മളെ ചെന്നുകൊണ്ട് എത്തിക്കുന്നതുണ്ട്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് എന്ത് ചെയ്യാം, എഴുതി കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ why do we say that petroleum is a non-renewable energy sources അല്ലെ. നമുക്കറിയാം എനർജി സോഴ്സസ് നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, റിന്യൂവബിൾ ആൻഡ് നോൺ റിന്യൂവബിൾ. അപ്പൊ എന്തുകൊണ്ടാണ് പെട്രോളിയത്തിനെ നമ്മൾ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് ആയിട്ട് കണക്കാക്കുന്നത് എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം പെട്രോളിയം പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് തീർന്നു പോകുന്ന ആളാണ് അല്ലെ. അത് അൺലിമിറ്റഡ് അല്ല, അത് ലിമിറ്റഡ് സോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് നോൺ റിന്യൂവബിൾ എന്ന് പറയാം. തീർന്നു പോയാൽ പിന്നീട് അത് ഉണ്ടാവുന്നില്ല. ഒരുപാട് ഇയേഴ്സ് എടുത്തിട്ടാണ് ഈ പെട്രോളിയം പ്രൊഡക്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. സോ അതാണ് ഇവിടെ പറയുന്നത് പെട്രോളിയം ഈസ് കൺസിഡേർഡ് ആസ് നോൺ റിന്യൂവബിൾ റിസോഴ്സ് ബിക്കോസ് it takes millions of years to form. അതാണ് അല്ലെ, millions of years to form the remains of microorganisms and plants that get buried deep inside the earth. once extracted and used it cannot be replenished. അല്ലെ, ഒരു തവണ നമ്മൾ എന്ത് ചെയ്തു, എക്സ്ട്രാക്ട് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് റീയൂസ് ചെയ്യാന്ന് പറയുന്ന ഒരു എന്തില്ല, അവിടെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ പെട്രോളിയം പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് യൂസ് ചെയ്യുക, വേസ്റ്റ് ആക്കാതിരിക്കുക എന്നൊക്കെ നമ്മളോട് പറയാൻ കാരണം അത് നോൺ റിന്യൂവബിൾ ആയതുകൊണ്ടാണ്. ഓക്കെ, ക്ലിയർ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ലിസ്റ്റ് 4 ആക്ടിവിറ്റീസ് ദാറ്റ് ആർ പോസിബിൾ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എയറിന്റെ പ്രസൻസ് കൊണ്ട് നടക്കുന്ന 4 ആക്ടിവിറ്റീസ് എഴുതാനാണ്. നമുക്കറിയുന്ന ഏതെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് അവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രീത്തിങ് തന്നെയാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് പറയാം. ആൻഡ് ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റി ത്രൂ വിൻഡ് ടർബൈൻസ്, ട്രാൻസ്പോർട്ടേഷൻ ത്രൂ എയറോപ്ലെയിൻസ്, ഫ്ലൈയിങ് കൈറ്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അതേപോലെ മക്കൾക്ക് എക്സ്ട്രാ ആക്ടിവിറ്റീസും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് how can you contribute towards enhancing the green cover of your locality? Make a list of action to be taken. ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളെ ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ഒരു ഗ്രീൻ കവർ അല്ലെ, പച്ചപ്പ് നിലനിർത്താൻ അല്ലെങ്കിൽ അത് ഒന്നും കൂടെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് നിങ്ങളെ വക പറയാൻ പറ്റും, എന്തൊക്കെ സജഷൻസ് മക്കൾക്ക് പറയാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. സോ നമ്മൾ എഴുതിയിട്ടുണ്ട് എൻകറേജ് നെയ്ബേഴ്സ് ടു ഗ്രോ പ്ലാന്റ്സ് ഇൻ ദർ ഗാർഡൻസ്. നമ്മൾ ആദ്യം പ്ലാന്റ് എന്ത് ചെയ്യണം, കുഴിച്ചിടണം അല്ലെ. എന്നിട്ട് നമ്മൾ നമ്മുടെ നൈബേഴ്സിനെയും എന്ത് ചെയ്യുന്നു, എൻകറേജ് ചെയ്യുന്നു. കൊളാബറേറ്റ് വിത്ത് ലോക്കൽ സ്കൂൾസ് ടു ക്രിയേറ്റ് ഗ്രീൻ ഇനീഷ്യേറ്റീവ്സ് അല്ലെ. നമ്മുടെ സ്കൂളിൽ നിങ്ങൾക്ക് അറിയാം, സ്റ്റുഡൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പോലെ അവരുടെ അടുത്ത് സജഷൻസ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ആ സ്കൂൾസിനെയും കൂടെ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗ്രീൻ പ്ലാന്റ്സ് നടുന്ന കാര്യങ്ങളാണെങ്കിലും അതല്ലാതെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നെക്സ്റ്റ്, അഡ്വക്കേറ്റ് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ട്രീസ് ആൻഡ് ഗ്രീൻ സ്പേസസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അതായത് നമുക്കറിയാം നമ്മളിപ്പോൾ പുതിയതായിട്ട് നടുക എന്ന് പറയുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഉള്ളതിനെ ഇപ്പോൾ ഓൾറെഡി ഉള്ളതിന് എന്ത് ചെയ്യുക, അതിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അത് നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ കമ്മ്യൂണിറ്റി ട്രീ പ്ലാന്റിംഗ് ഡ്രൈവ്സ്. ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിലായിട്ട് അല്ലേ നമ്മുടെ ഒരു ലൊക്കാലിറ്റിയിലുള്ള എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്ലാന്റിംഗ് ട്രീസ് അല്ലേ. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ്, പ്ലാന്റ് ട്രീസ് ഇൻ ലോക്കൽ പാർക്സ് ആൻഡ് ഓപ്പൺ സ്പേസസ്. ഇപ്പം നമ്മളെ വീട്ടിൽ കുഴിച്ചിടുക അല്ലെങ്കിൽ നെയ്ബേഴ്സ് അവരുടെ വീട്ടിൽ കുഴിച്ചിടുക, സ്കൂളിൽ കുഴിച്ചിടുക എന്നൊക്കെ ഉള്ളതിനപ്പുറത്തേക്ക് നമുക്ക് ഓപ്പൺ സ്പേസസ് ഉണ്ടായിരിക്കും, പാർക്സ് ഉണ്ടായിരിക്കും. അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പ്ലാന്റിംഗ് ട്രീസ് എന്ന് പറയുന്നത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു ഓപ്ഷനാണ്. സോ അതിനൊക്കെ എന്ത് ചെയ്യാം, അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ ഏർപ്പെടുക, അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എന്ത് ചെയ്യാം, എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ അല്ലേ, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. ഇനിയും നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെയായിട്ട് മിസ് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.